ചൂടൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പഴയ ഹെയർ സ്റ്റൈൽ മാറ്റി ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. എങ്കിൽ മറ്റുള്ളവർ വല്ലതും ചെയ്ത ആഹാ, നമ്മൾ വല്ലതും ചെയ്ത ഓഹോ. എന്തായാലും ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗേൾസിന് ഒരു കോൺട്രിബ്യൂഷൻ എന്ന പോലെ ഞാൻ ഷോപ്പിങ്ങിന് പോയത് ഈ ഹെയർ സ്റ്റൈലും കൊണ്ട് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യണമല്ലോ. ആ കോൺട്രിബ്യൂഷൻ ആണല്ലോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ കയ്യൊപ്പ്. ഞാൻ പറഞ്ഞു വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. ഈ സ്കൂളുകാരെ കൊണ്ട് ഞാൻ തോറ്റു. അവർക്ക് ഓരോ ദിവസം ഓരോ ഡേ ആണ്. ഈ യൂണിഫോം പിന്നെ എന്തിനാണാവോ? ഇപ്പൊ നാളെ ഫിഫ വേൾഡ് കപ്പ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജേഴ്സി, വൈറ്റ് സോക്സ്, ഷൂസ്, ചപ്പ് ചവർ എല്ലാം വാങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇന്ന്. എന്തായാലും ജേഴ്സി ലെവലിതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നില്ല, ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ്. അപ്പൊ രാമചന്ദ്രാസിൽ പോയി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ജേഴ്സി ഉണ്ടായിരുന്നു, ജേഴ്സിന്റെ ടീഷർട്ട് ഉണ്ട്, ഷോർട്സ് ഇല്ല. ഇതിപ്പോ മുകളിലുണ്ട്, താഴെ ഇല്ലാത്ത പോലെ ആയല്ലോ. എന്ത് ചെയ്യാനാ മല്ലയ്യ. ഷോർട്സിന് വേണ്ടി അവിടെ കുറെ നേരം തപ്പിയിട്ടും കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു ഷൂസ് നോക്കാന്ന്. നല്ല ഷൂസ് ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. സ്പോർട്സ് ഷൂസ് വലുതായിട്ട് യൂസ് ചെയ്യാൻ പോണില്ലല്ലോ. അപ്പൊ ഷൂസ് നോക്കി നമുക്ക് ഒറ്റ എണ്ണം ഇഷ്ടപ്പെട്ടില്ല. പോരാത്തതിന് അവിടെ നിറച്ച് പൊടി. എനിക്കാണെങ്കിൽ പൊടിയല്ലാതെ ചെയ്യാണ്ട് ചൊറിച്ചിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും. നമ്മൾ പല ഓപ്ഷൻസും തിരഞ്ഞെടുത്തെങ്കിലും പിന്നെ ലാസ്റ്റ് വന്നെത്തിയത് പോത്തീസിലാണ്. പോത്തീസിൽ തന്നെ കയറാം, അവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ വെച്ച് വിട്ട് പോത്തീസിലേക്ക്. ഇതിനിടയിൽ ഈ സ്കൂളുകാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ മിക്കവാറും നമ്മൾ കുടുംബത്തിൽ പോയി ആധാരം ചോദിക്കേണ്ടി വരും. എന്തായാലും തമാശ മാറ്റി നിർത്തിയ സ്കൂളുകാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കൂൾ മടുക്കുന്നേക്കാളും പിള്ളേർക്ക് എന്നും സ്കൂൾ ഒരു പുതുമയായിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയ ദാഹവും വിശപ്പും മസ്റ്റ് ആണല്ലോ എല്ലാവർക്കും. നമ്മൾ പോത്തീസിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ദാഹവും വിശപ്പും ഒക്കെ മാറ്റിയിട്ടാണ് പോത്തീസിലോട്ട് പോയത്. ഇവരെ പിറകെ ഈ ഫോണും കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന കണ്ടാ തോന്നുന്നു എവരുടെ വ്ളോഗ്സ് ഞാൻ എടുത്ത് വെച്ച് എവരുടെ യൂട്യൂബിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന്. എന്റെ വിഷമങ്ങൾ കേൾക്കാനും എന്റെ വീഡിയോസ് എടുത്തിടാനും ദൈവമേ ഇവിടെ ആരും ഇല്ലല്ലോ. ഇനിയിപ്പോ കുഴപ്പമില്ല, എന്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, എവിടെയെങ്കിലും ഉൾപ്പെടുത്തിയെടുക്കാം. ഇപ്പൊ എല്ലായിടത്തും ആഡി സെയിൽ നടക്കുന്ന കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. എന്റെ ദൈവമേ, ചെന്ന് കയറി കൊടുത്ത പോത്തീസിലോ അവിടെയാണെങ്കിൽ കാലുത്താൻ സ്ഥലമില്ല. അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്, വീട്ടിൽ ഇടുന്ന ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ജൂലൈ 20 വരെയാണ്, പോയി നോക്കിക്കോ വേണമെന്നുള്ളവർ.